ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു 2-3 ദിവസം മുന്നത്തെ വീഡിയോ ആണ്. എൻ്റെ ലൈഫിൽ ഇനി ചെയ്യുമോയെന്ന് ഞാൻ സംശയിച്ച് നിന്നൊരു കാര്യം, അതിൻ്റെ ആദ്യ പടി എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. ആദ്യം ഞാൻ വാവേനെ എൻ്റെ വീട്ടിലാക്കി, അതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ PG ചെയ്യാൻ വേണ്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഇനി എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ വെച്ചു. ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ ഇനി എന്താവും എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ വന്നു. പിന്നെ ഞങ്ങൾ കോളേജിൽ പോയി. മോളുള്ളത് കൊണ്ട് റെഗുലറായിട്ട് എനിക്ക് ക്ലാസ്സിൽ പോയി വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡിസ്റ്റൻ്റായിട്ട് ഓൺലൈൻ ക്ലാസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും പ്രൊസീജിയേഴ്സൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്ക് എന്താവും ഇനി ക്ലാസ് എങ്ങനെയായിരിക്കും, പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള സാധനം എൻ്റെ തലയിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിനേക്കാളൊരു ഇരട്ടി സന്തോഷം എന്താ വെച്ചാൽ, ഞാനും ആളും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഹോൾ ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഒരുമിച്ചിരിക്കുന്നതും കുറേ സംസാരിക്കുന്നതൊക്കെ. അതൊക്കെ ആ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഞാൻ എൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. രണ്ടാമത്, ഞങ്ങൾ രണ്ടുപേരും ആ ഡേ അടിച്ചു പൊളിച്ചു. ഞങ്ങളുടേതായ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ബിരിയാണി ആയിരുന്നു. മാള് ഭയങ്കര ബിരിയാണി കൊതിച്ചാണ്, ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അത് കഴിച്ചു. നല്ല ബിരിയാണി കേട്ടോ, അത്യാവശ്യം ഡീസൻറ്റ് അടിപൊളി ബിരിയാണി എന്നൊക്കെ പറയാം. അങ്ങനെ മുഴുവൻ അവിടെ ഇരുന്ന് കഴിച്ചു. ഉമ്മാളിന് ഭയങ്കര ഇഷ്ടമാണ് റൈത്ത. അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിച്ച് വാങ്ങിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. കുറേ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് അത്രയും ദിവസത്തെ വിശേഷങ്ങൾ മുഴുവൻ, കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ അത്രയും സംസാരിച്ചു, ബിരിയാണി മുഴുവൻ കഴിച്ചു. അവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഇനി എന്താ ചെയ്യുക എന്നുള്ളതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ ഓപ്പോസിറ്റ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ കയറി വെറുതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, പിന്നെ കുറച്ച് ഫേസ് മാസ്ക്, ഷീറ്റ് മാസ്കൊക്കെ ഞങ്ങൾ വാങ്ങി കേട്ടോ. ഡ്രസ്സൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കുറേ കളഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കുറേ വർത്താനം പറഞ്ഞു, പഴയ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചു. അങ്ങനെ അത് അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഞാൻ ഈ നെയിൽസ് ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. എൻ്റെ ലൈഫിൽ ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്ന ദിവസം. ഞാൻ പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ DC ബുക്സ് കയറി. ബുക്കൊന്നും വാങ്ങിയില്ല, വെറുതെ കുറച്ച് നേരം അവിടെയും ചുറ്റിത്തിരിഞ്ഞ് ഇരുന്നു, കുറച്ച് ബുക്കൊക്കെ നോക്കി, പിന്നെ വാങ്ങാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ പാളയത്തേക്ക് പോയി. അപ്പോൾ ഞാനിത് അവൾക്ക് വാങ്ങിക്കൊടുത്ത കേട്ടോ ഈ റോസ്. അപ്പോൾ പോവാൻ നേരം ഞങ്ങളൊരു ഷേക്ക് കുടിച്ചു. ഞാൻ ബട്ടറും അവൾ ടെൻഡർ കോക്കനട്ടും, അങ്ങനെ 2 ഷേക്കൊക്കെ കുടിച്ച്. പിന്നെ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. അപ്പോൾ കൂടുതലൊന്നും നിൽക്കാതെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞാൻ ബസ് ഇറങ്ങി നേരെ ഓട്ടോ എടുത്തു.